നമസ്കാരം. പ്രഹസന ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ പാകിസ്ഥാനികൾ മുട്ടിലിഴഞ്ഞ് എങ്ങനെയെങ്കിലും ഇഴഞ്ഞ് അവസാനം കളി ജയിച്ചിരിക്കുകയാണ്. 147 റൺസ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ പഠിച്ച പണി 18 നോക്കി. അവസാനം ഒരുത്തൻ്റെ കാട്ടടിയിലാണ് ഈ ഒരു മത്സരം വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞത്. 19ാമത്തെ ഓവറിലൊരു ക്യാച്ച് വിട്ടിട്ടില്ലായിരുന്നെങ്കിൽ ശരിക്കും നെതർലാൻഡ് വിജയിക്കേണ്ട മത്സരമായിരുന്നു. പാകിസ്ഥാനികളുടെ ക്വാളിറ്റി എന്താണെന്ന് ഈ ഒരു മത്സരത്തിൽ കാണിച്ചു. ക്വാളിറ്റി അല്ല, ലോ ക്വാളിറ്റി. അവരെ ക്വാളിറ്റി ഇല്ലായ്മ എന്താണെന്നുള്ളതൊക്കെ ഈ ഒരു മത്സരത്തോടുകൂടി വെളിവായി. പിന്നെ അടുത്തതിന് നമീബിയായിട്ട് അവർ 8 നിലയിൽ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം അതിൻ്റെ കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിരുന്നെങ്കിൽ നെതർലാൻഡിന് ഈസി ആയിട്ട് തോപ്പിക്കായിരുന്നു. ഇത്രയും ഇതായിട്ടൊരു 3 വിക്കറ്റിന് 3 ബാൾ ശേഷിക്കുകയാണ് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത്. അത് അവസാനം ഫഹീം അഷ്റഫിൻ്റെ ഒരു കാട്ടടി കൊണ്ടാണ്. ഈ നെതർലാൻഡ്സ് ഒരു പക്ഷേ ഒരു 6-7 റൺസും കൂടെ എക്സ്ട്രാ എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആൾറെഡി തോറ്റനായിരുന്നു പാകിസ്ഥാൻ. ഈ ഒരു അവസ്ഥയിലും തോക്കേണ്ടതാണ്. പക്ഷെ അവർ ക്യാച്ച് പിടിക്കുന്നതിലൊക്കെ കുറച്ച് അപാകത എത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ കുറച്ച് മത്സര പരിചയത്തിൻ്റെ പ്രശ്നമാണ്. നെതർലാൻഡ്സും അയർലാൻഡിനെ പോലുള്ള ടീമുകളൊക്കെ ഇതുപോലുള്ള ടഫ് കോമ്പറ്റീഷൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തോപ്പിക്കാവുന്നേ ഉള്ളൂ. പാകിസ്ഥാനികൾ തന്നെ വെറും അട്ടർ വേസ്റ്റ് ടീമാണ്. അവന്മാർക്ക് ഹൈപ്പ് മാത്രമേ ഉള്ളൂ. ബിഗ് ബാഷ് ലീഗിലൊക്കെ പോയി കിടന്ന് മെഴുകിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ കോടികൾ വാങ്ങിയിട്ട് അവിടെ പോയി ഒരു ബാളിൽ 2 റൺസ് അടിക്കാൻ പോലും പറ്റാതെ കിടന്ന് മെഴുകുന്നുണ്ടായിരുന്നു. അവസാനം റിട്ടയർഡ് ഔട്ടായിട്ട് തിരിച്ചു വിളിക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കഷ്ടപ്പെട്ട് പാകിസ്ഥാനികൾ ഇഴഞ്ഞ് 3 റൺസിന് 3 വിക്കറ്റിന് ജയിച്ചിട്ടുണ്ട് 147 റൺസ് എടുക്കാൻ വേണ്ടിയിട്ട്. അടുത്ത USA ആയിട്ടുള്ള കളിയിൽ 8 നിലയിൽ പൊട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.